നഴ്സിംഗ് ഡയറക്ടറിന് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കർണാടക എൻട്രൻസ് എക്സാം അഥവാ KCET എൻട്രൻസ് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് KEAയുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ എടുത്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച കോഡ് ഇതെല്ലാം അടിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ മൊബൈലിലേക്ക് OTP കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം +2ൻ്റെ രജിസ്റ്റർ നമ്പറും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഏതാനും ചില ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എക്സാം സെൻ്ററാണ്. നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഒരു പ്ലേസ് നൽകിയിട്ടുണ്ടാകാം. ആ ഒരു പ്ലേസിലുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കാം മിക്കവാറും ഈ എക്സാംസ് നടക്കുന്നത്. അപ്പോൾ എവിടെയാണെന്നുള്ളത് എക്സാക്ട്ലി നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ലൊക്കേഷനിലാണ് പരീക്ഷകൾ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ പറയുന്നത് അവർക്ക് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമ്പോൾ QR കോഡുകൾ അതിൻ്റെ അകത്ത് കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡിൽ QR കോഡ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ QR കോഡ് ഇല്ലാതെ പല കുട്ടികളും ഹോൾ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഹാളിന് വെളിയിൽ നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ QR കോഡ് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കുക. എന്നാൽ മാത്രമേ എക്സാം സെൻറ്ററിലേക്ക് പ്രവേശിക്കുവാൻ അവർ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡുകളിൽ QR കോഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റുകളായിരിക്കാം അപ്ലൈ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഹോൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ അവിടെ 4 സബ്ജക്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്സ് എക്സാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു അഡ്മിറ്റ് കാർഡാണ്. അല്ലാതെ നഴ്സിങ്ങിനുള്ള ഒരു മാത്സ് എക്സാംസ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 23, 24 തീയതികളിലായിട്ടാണ് ഈ പരീക്ഷകൾ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി 22-ാം തീയതി തന്നെ അതിന് നിയർ ബൈ ലൊക്കേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനും അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ട്രാവൽ പ്ലാനുകൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൊക്കേഷൻസ് ഇപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റുകൾ, ബസ് ടിക്കറ്റുകൾ, ട്രെയിൻ ടിക്കറ്റുകളൊക്കെ നോക്കുക. ട്രെയിൻ ടിക്കറ്റുകളൊക്കെ മിക്കവാറും തന്നെ ഫുള്ളായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ബസ് ടിക്കറ്റുകളാണെങ്കിലും താമസിയാതെ തന്നെ അതിൻ്റെ റേറ്റുകളൊക്കെ നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാനുള്ള ചാൻസസും കാണുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് നമ്മൾ ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി വൈകിട്ട് പുറപ്പെട്ട് 22-ന് അവിടെ ചെന്ന് 23, 24 പരീക്ഷകൾ കഴിഞ്ഞ് 24-ാം തീയതി വൈകിട്ട് തിരിച്ച് പുറപ്പെടുന്ന രീതിയിലാണ് നമ്മളത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗൈഡൻസോടുകൂടി തന്നെ ആയിരിക്കും ഈ ഒരു ബസ് ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് എക്സാം എഴുതാൻ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും ബസ് ടിക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അക്കോമ്പനി ചെയ്ത് വരാം. അക്കോമഡേഷൻ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ട്രെയിൻ വഴിയോ ബസ് വഴിയോ ഒക്കെ ആണെങ്കിൽ ബാംഗ്ലൂർ എത്തുന്ന കുട്ടികൾക്കും അക്കോമഡേഷൻ്റെ കാര്യത്തിലോ വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനും ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിരിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളേജ് വിസിറ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കോർഡിനേഷൻസും നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഹോൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലാക്കുക, എത്രയും വേഗം തന്നെ ട്രാവൽ പ്ലാനുകൾ, അക്കോമഡേഷൻ പ്ലാനുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.